നെറ്റിയില് മീമുള്ളും വലത്തെ കൈയില് വയ്യും ഇടത്തെ കൈയില് ചോറ്റുപാത്രം. ഇവ ഇനി ആകാശത്ത് നിന്നും അടർന്നു വീണതാണ്. ജലനിധിയുടെ ആളാണ് അല്ലെന്നേ. അപ്പോഴും ഹരിതകർമ്മസേനേ പോയി എണീറ്റ്. ഞാൻ ഋഷി ശൃംഗനാണ്. എനിക്കിപ്പോ ശൃംഗരിക്കാനൊന്നും നേരമില്ല. ശൃംഗം പോയിട്ട് വേറെ എവിടെ ശൃംഗരിക്കാൻ പറ്റുമെന്ന് നോക്കും. ഋഷി ശൃംഗ, നീ വരുമ്പോൾ അങ്കനവാടിയിൽ നിന്ന് അമൃതം പൊടിയും കൂരവും കൂടെ കൊണ്ടുപോവാ. ഇവിടെ ബിജു ശൃംഗ ഭയങ്കര കരച്ചിലാണ്. മണ്ടയിൽ എന്തൊരു തൂക്കണം കുരുവി കൂട് വെച്ചിരിക്കണ. അത് അശരീരിയാണ്. ആരാരി? ആരാരി അല്ല, നമുക്ക് മുമ്പോട്ട് പോകാനുള്ള വഴികാട്ടിയാണത്. വഴികാട്ടാണെ ഗൂഗിൾ മാപ്പ് ഇട്ട പോലെ. അല്ല, വൈശാലി ഇപ്പൊ എവിടെയാണ്? കഴിഞ്ഞ സീസണിൽ അവരായാലും മഴ പെയ്യിപ്പിക്കാൻ ഞാനാണ് പോയത്. ഇത്തവണ എനിക്ക് കുറച്ച് പണിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ശൃംഗനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടായിരുന്നു. എന്നിട്ട് എന്തരായി? യാഗം നടത്തി അവിടെ ഇരുന്ന ഹോമകുണ്ടത്തിനോട് വൈശാല്യം കൊണ്ട് അവങ്ങ് പോയി. ഇപ്പൊ ചെറിയ പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത് ജീവിക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത്. നഷ്ടക്കച്ചവടം തന്നെ അല്ലേടെ? കുഴപ്പമില്ലായിരുന്നേ. എനിക്ക് അവിടെ നിന്ന് കുറച്ച് എള്ളും കൊട്ടത്തേങ്ങയും ദർഭപ്പുല്ല കിട്ടിയായിരുന്നേ. പെമ്പിള്ളേർ എന്തിനിങ്ങനെ തേക്കണതല്ലേ? എനിക്കിതൊന്നും അല്ല വിഷമം. ഞാൻ കലശം ചെയ്യാൻ വെച്ചിരുന്ന 2 കൊച്ചു കൊട അവൾ അടിച്ചോണ്ട് പോയി. മക്കളെ കൊടോ അല്ലേ പോയത്? ഇവിടെ ഓരോരുത്തരെ കുടുംബം വരെ പോയിട്ടുണ്ട്. ഋഷി ശൃംഗ, വിളക്കും കിണ്ടിയും തേക്കാൻ സമയമായി. നീ വരുമ്പോ കുറച്ച് ചകരിയും ചാമ്പനും കൂടെ എടുത്തോണ്ട് വാ. എന്നാ പിന്നെ ശൃംഗം വൈകാതെ വയ്യും കൊണ്ട് വീട്ടിൽ പോവാൻ നോക്ക്. ശരിയെന്നാ. വേറെ അതിന് വൈശാലിയോ ഹോമകുണ്ടം വഴി കിട്ടുമോ നോക്കിട്ട് വരാം. ആദ്യം അവള് ചെറുകുടം കൊണ്ടുപോയി. ഇനി അവള് ഇറ്റലി കുട്ടം കൊണ്ട് പോണോ?